സുഹൃത്തുക്കളെ നമസ്കാരം. ഞാനിപ്പോഴുള്ളത് ഛത്തീസ്ഗഡിലെ ബിലാസ്പൂരിലാണ്. കഴിഞ്ഞ ഭാഗത്തിൽ കണ്ട ദേവറാണി ജഠാനി ക്ഷേത്രങ്ങളുടെ ആർക്കിയോളജിക്കൽ സൈറ്റിൽ നിന്നും ഒരു ലിഫ്റ്റ് കിട്ടി റായ്പൂർ ബിലാസ്പൂർ ഹൈവേയിൽ ഭോജ്പുരി മോഡ് വരെ ഏകദേശം ഒരു 5 കിലോമീറ്ററോളം. അവിടുന്ന് ഒരു ഷെയർ ഓട്ടോയിൽ മഡ്കു ഐലൻഡിലേക്ക് പോകുന്ന വഴിയിൽ ഓട്ടോക്കാരൻ ആളെ കയറ്റാനായി സർഗാവ് ബസ് സ്റ്റാൻഡിൽ ഓട്ടോ ഇപ്പോൾ നിർത്തിയിട്ടിരിക്കുകയാണ്. ഇവിടുന്ന് ഇനി ഒരു 10 കിലോമീറ്ററും കൂടി ഉണ്ട് മഡ്കു ദ്വീപിലേക്ക്. ഇങ്ങനെയുള്ള ഓട്ടോറിക്ഷകളാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ള യാത്രാമാർഗം. ഇതിലാണ് ഇവിടെ ആൾക്കാർ കൂടുതൽ പോകുന്നത്. ബസ്സും ബാക്കിയുള്ള ടാക്സികളും നമ്മുടെ അവിടുത്തെ പോലുള്ള ഓട്ടോറിക്ഷകളും ഒക്കെ തീരെ കുറവാണ്. ഒരു സ്ഥലത്ത് നിന്ന് മറ്റേ സ്ഥലത്തോട്ട് ഷെയർ ഓട്ടോ ആയിട്ട് ഇങ്ങനത്തെ ഓട്ടോകളാണ് ഇവിടെ കൂടുതലായിട്ടുള്ളത്. ഇവിടുത്തെ ബസ് സ്റ്റാൻഡാണ്. ഇവിടെ ഇപ്പം ഇതിനകത്തോട്ട് ബസ് കയറുമെന്ന് തോന്നുന്നില്ല. ഇവിടെ ഇപ്പോൾ ദീപാവലി പ്രമാണിച്ചുള്ള പടക്കങ്ങളും മധുരങ്ങളുടെയൊക്കെ കുറേ കടകൾ ഇവിടെ തുടങ്ങിയിരിക്കുകയാണ്. ഇഷ്ടംപോലെ കടകളുണ്ട്. നല്ല രസമാണ് കാണാനായിട്ട്. കൂടുതലും പടക്കത്തിൻ്റെ കടയാണ്. പിന്നെ ചിന്തിക്കട പോലെ അതും ഇതുമൊക്കെ കിട്ടുന്ന കടകളുമുണ്ട്. ഇവിടെ എല്ലാം നല്ല കളർഫുള്ളാണ്. ബസ് സ്റ്റാൻഡ് ഫുള്ള് മാർക്കറ്റ് ആക്കിയേക്കുവാണ്. ദീപാവലി ആയതിനാൽ ബസ്സൊന്നും അങ്ങനെ അധികം ഇല്ല. ഉള്ള ബസ് തന്നെ ഈ സ്റ്റാൻഡിലോട്ടോട്ട് കയറുന്നുമില്ല. ഇവിടെയെല്ലാം മാർക്കറ്റ് ആയതുകൊണ്ട് നല്ല രസമുണ്ട് ഇതൊക്കെ കാണാനായിട്ട്. ഒത്തിരി നേരം ഇവിടെ നിൽക്കാൻ പറ്റിയല്ല. ഓട്ടോറിക്ഷ പോകുന്നതിന് മുമ്പ് തിരിച്ചു പോയി അതേ കയറണം. ഇത് മഡ്കു ഗ്രാമമാണ്. ഞാനിപ്പോൾ മഡ്കു ദ്വീപ് കാണാനായിട്ട് പോവാണ്. ആ പേരിൽ തന്നെയാണ് ഇവിടുത്തെ ഗ്രാമം അറിയപ്പെടുന്നത്. ഹൈവേയിൽ ഓട്ടോ ഇറങ്ങിയ ഉടനെ ഒരു ബൈക്കിൽ ലിഫ്റ്റ് കിട്ടി. അതുകൊണ്ട് 2-3 കിലോമീറ്റർ നടക്കാതെ കഴിഞ്ഞു. ഇത് മഡ്കു ഐലൻഡിലേക്കുള്ള എൻട്രൻസ് ആണ്. അവിടെ കുറേ ക്ഷേത്രങ്ങളൊക്കെ ഉണ്ട്. അതാ ഇങ്ങനെ ഒരു ആർച്ച്. ഇന്ന് ദീപാവലിയാണ്. അതുകൊണ്ട് സ്കൂളും സംഭവങ്ങളൊക്കെ ഇന്ന് അവധിയാണ്. പക്ഷെ ഇവിടെ നിന്ന് വന്നിട്ട് ദീപാവലിയുടെ വലിയ ആഘോഷം പോലെയൊന്നും എനിക്ക് തോന്നുന്നില്ല. പക്ഷെ എല്ലാവരും വീടൊക്കെ വൃത്തിയാക്കി പെയിൻ്റൊക്കെ അടിച്ച് ഒക്കെ റെഡിയാക്കുന്നുണ്ട്. ഇവിടെ കുറേ പശുക്കൾ നിൽപ്പുണ്ട്. ദ്വീപിലേക്ക് ഇനി ഏകദേശം 1 കിലോമീറ്റർ കൂടെ നടക്കാനുണ്ട്. अब कुछ बोलिए. आपका गांव का नाम क्या है? मटकू गांव. मटकू गांव. वो ये द्वीप का नाम ये आपका गांव का ही है ना? वही खड़े रहिए. हाँ. ये आपका काम क्या है? काम क्या है? खेती किसानी काम. खेती किसानी काम. ये गाय आप देख रहे हैं सबको? पूरा गांव का गाय है? हाँ. कितना है नंबर्स? अब क्या पता कितना गाय होगा तो. हाँ. मैं केरल से हूँ. केरल. अच्छा. केरल के बारे में सुना है क्या आप? नहीं. ദ്വീപിനടുത്ത് എത്താറായെന്നാണ് തോന്നുന്നത്. നേരെ കാണുന്നത് ഒരു പാലം പോലെ തോന്നുന്നുണ്ട്. ഇത് ശിവനാഥ് നദിയാണ്. നല്ല ഒഴുക്കുണ്ട്. സൂപ്പറാണ്. വലിയ നദിയാണ്. ഈ നദി ഈ പാലം അപ്പുറത്തോട്ട് കടന്നു കഴിഞ്ഞാൽ നമ്മൾ ഞാനിപ്പോൾ ഈ പറഞ്ഞ ദ്വീപിൽ മഡ്കു ദ്വീപിൽ എത്തും. ഇതിവിടെ ചെറിയൊരു തടവണ പോലെയാണ്. ശരിക്കും പാലമൊന്നും ആണെന്ന് തോന്നുന്നില്ല. ബോട്ടിംഗ് ഒക്കെ ഉണ്ടോ തോന്നുന്നു. ഇവിടെ കുറേ ബോട്ടൊക്കെ കിടപ്പുണ്ട്. ബോട്ടല്ല, വള്ളം, തുഴയുന്ന സൈസ് വള്ളം. ഇവിടുത്തെ വലയിട്ടിട്ടുണ്ട് മീൻ പിടിക്കാനായിട്ട്. ഇവിടുത്തെ ലോക്കൽ മീൻപിടുത്തക്കാരുടെ വള്ളങ്ങളാണിതെന്നാണ് എനിക്ക് തോന്നുന്നത് കണ്ടിട്ട്. ഈ തടയണ ഉള്ളത് കൊണ്ടാണ് തോന്നുന്നു ഇത്ര ഇവിടെ ഇങ്ങനെ ഓളം പോലെ ഒക്കെ ഉള്ളത്. വലിയ നദിയാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട മണിയാറി നദി എന്ന് പറയുന്ന ദേവറാണി ജഠാനി ക്ഷേത്രത്തിന് പിൻവശത്തൂടെ ഒഴുകുന്ന ആ നദി ഈ ശിവനാഥ് നദിയിൽ ഈ ഭാഗത്താണ് വന്ന് ചേരുന്നത്. അങ്ങനെ നമ്മൾ ഇക്കരെ എത്തി. ഇതൊരു ചെക്ക് ഡാം കം പാലമാണെന്നാണ് എനിക്ക് തോന്നുന്നത്.
ഏതായാലും ഈ ദ്വീപിലേക്കുള്ള ഒരേ ഒരു വഴി ഇതാണ്. ഇത് നല്ല കാടാണ് ഇവിടെ എല്ലാം ഫുള്ളായിട്ട്. വനചേതന കേന്ദ്രം മട്കു ദ്വീപ് എന്നാണ്. ഇവിടെ എന്തോ അമ്പലമാണ്, അമ്പലത്തിൻ്റെ റൂയിൻസൊക്കെയാണ്. ഓക്കെ, ഇവിടെ വെയിൽ കിട്ടിയേക്കുവാണ്. വേണം ചാടി കയറാം, വേണ്ട അപ്പുറത്തൂടെ കറങ്ങി വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഇതൊക്കെ ഒന്ന് കാണുകയും ചെയ്യാമല്ലോ. തോന്നുന്നു ഇവിടെ എൻട്രൻസ്. കുറച്ച് ആൾക്കാരൊക്കെ ഇരിപ്പുണ്ട്, കടയൊക്കെ ഉണ്ട്. ഇവിടെയുള്ള ക്ഷേത്രങ്ങളുടെ ആർക്കിയോളജിക്കൽ സൈറ്റിന് എതിർവശമുള്ള ഒരു വഴിയുണ്ട്. അത് ഈ ശിവനാഥ നദിയിലോട്ടാണ് വന്ന് എത്തുന്നത്. ദോ ആ കാണുന്ന വഴി, അല്ലെങ്കിൽ ആ ചെക്ക് ഡാമിൻ്റെ മുകളിൽ കൂടിയാണ് ഞാൻ ഇങ്ങോട്ട് നടന്നു വന്നത്. ഈ ശിവനാഥ നദിയിലുള്ള ചെറിയൊരു ദ്വീപാണ് ഈ മട്കു ദ്വീപ് എന്ന് പറയുന്നത്. ഏതാണ്ട് 24 ഹെക്ടറാണ് ഈ ദ്വീപിൻ്റെ വിസ്തൃതി. വളരെ പ്രകൃതി മനോഹരമായ ജൈവ വൈവിധ്യങ്ങൾ നിറയെ ഉള്ള ഒരു ദ്വീപാണിത്. അടിച്ച് ഫിറ്റായ 2 ഏട്ടന്മാർ അവിടെ ഇരിപ്പുണ്ട്. വീണ്ടും വെള്ളം അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ജസ്റ്റ് അവരോടൊന്ന് വർത്താനം പറഞ്ഞിട്ട് ഇങ്ങോട്ട് പോകുന്നായിരുന്നു. അത്ര വർത്താനം നിങ്ങൾക്ക് കേൾക്കായിരിക്കും. അതിപുരാതനമായിട്ടുള്ള ക്ഷേത്രങ്ങളുടെ ആർക്കിയോളജിക്കൽ സൈറ്റിലോട്ടുള്ള എൻട്രൻസ് ആണിത്. ഇവിടുന്ന് ഇനി അകത്തോട്ട് കുറേ കൂടെ നടക്കാനുണ്ടെന്ന് തോന്നുന്നു. ഇപ്പം ബൈക്ക് ഇറങ്ങിയിട്ട് ഏകദേശം ഒരു 2-3 കിലോമീറ്റർ നടന്നിട്ടുണ്ട്. ആ ശിവനാഥ് നദിയുടെ വീതി തന്നെ ഏകദേശം ഒരു 1/2 കിലോമീറ്ററോളം ഉണ്ടെന്നാണ് തോന്നുന്നത്. नाम क्या है आपका? सतीश यादव। कितने क्लास में पढ़ते हैं? चौथी। और आप? चौथी। ओ आप तो बड़ा है इससे। हाँ, कौन से स्कूल में है? यहाँ पे स्कूल में है? परफानी। अच्छा। ഇവിടെ അടുത്തുള്ള മറ്റൊരു ഗ്രാമമായിട്ടുള്ള പർഫാനി എന്ന ഗ്രാമത്തിലെ കുട്ടികളാണിത്. ഈ ദ്വീപിൽ ചുമ്മാ കറങ്ങാൻ വന്നതാണെന്നാണ് തോന്നുന്നത്. ഇത് രാധേകൃഷ്ണ ടെമ്പിളാണ്. ഇപ്പം നമ്മൾ കണ്ട ക്ഷേത്രങ്ങളൊന്നും അത്ര പുരാതനമൊന്നുമല്ല, അടുത്ത കാലത്തൊക്കെ ആയിട്ട് പണിതിരിക്കുന്നതാണെന്നാണ് തോന്നുന്നത്. മണ്ഡുകോപനിഷത്ത് എഴുതുന്ന മണ്ഡുക ഋഷിയുടെ ഒരു ശില്പമാണ് നമ്മൾ ഈ കാണുന്നത്. മണ്ഡുകോപനിഷത്തും അതുപോലെ തന്നെ മാണ്ഡുക്യോപനിഷത്തും എഴുതിയ മണ്ഡുക മുനിയുടെ ആശ്രമം പുരാതന കാലത്ത് ഇവിടെ നിലനിന്നിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരിൽ നിന്നുമാണ് ഈ ദ്വീപിന് മണ്ഡുക ദ്വീപ് എന്ന് പേര് വന്നതും പിന്നീട് അത് ലോപിച്ച് ഇന്നത്തെ മട്കു ദ്വീപായി മാറിയതും. ഇത് ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രമാണ്. ഹനുമാനെയും ഹരിഹരനെയും അതുപോലെ തന്നെ ലക്ഷ്മിയെയും തൊഴുത് നമ്മളിപ്പം അഷ്ടഭുജി ഗണേശ ടെമ്പിളിന് വാതിക്കലാണ് നിൽക്കുന്നത്. അതിമനോഹരമായിട്ട് ഒരു പിരമിഡൽ ഷേപ്പിലാണ് ഈ ക്ഷേത്രം പണിതിരിക്കുന്നത്. ഇതെല്ലാം വളരെ പുരാതനമാണ്. പിന്നീട് മണ്ണിനടിയിൽ നിന്ന് 2011 മറ്റോ ആണ് കുഴിച്ചെടുത്തിട്ട് ഇപ്പോൾ കാണുന്ന രീതിയിൽ പ്രദർശിച്ചിരിക്കുന്നത്. ഗണപതി ഭഗവാനെ തൊഴുത് പുറത്തേക്ക് ഇറങ്ങി. ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു അമ്പലങ്ങളാണ് ഇവിടെ ഉള്ളതെല്ലാം. ഈ ക്ഷേത്രങ്ങളൊക്കെ ഈ അടുത്ത കാലത്തായിട്ട് അഥവാ 2011 ശേഷം പണിതിരിക്കുന്നതാണ്. എങ്കിലും ഇതിനകത്തുള്ള മൂർത്തികളൊക്കെ അതിപുരാതനമാണ്. ആർക്കിയോളജിക്കൽ സർവേ ഇവിടെ എക്സ്കവേഷൻ നടത്തിയപ്പോൾ കിട്ടിയ മൂർത്തികളാണ് ഇതിലെല്ലാം പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. എല്ലാവരും കളിക്കുവാണ്. 2011 കുഴിച്ചെടുക്കപ്പെട്ട കാലാചുരി പീരീഡിലുള്ള അഥവാ 11-ാം നൂറ്റാണ്ടിലുള്ള ക്ഷേത്രങ്ങളാണിതെല്ലാം.
ഇതെല്ലാം മണ്ണിനടിയിൽ നിന്ന് കുഴിച്ചെടുത്തതിന് ശേഷം ഇപ്പം ഈ കാണുന്ന രീതിയിൽ അസംബിൾ ചെയ്ത് ആർക്കിയോളജിക്കൽ സർവേ ക്ഷേത്രങ്ങളുടെ മാതൃകയിൽ വെച്ചിരിക്കുന്നതാണ്. എല്ലാം ചെറിയ ചെറിയ അമ്പലങ്ങളാണ്. 19 എണ്ണം ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതിൽ 18 എണ്ണം കിഴക്കോട്ടും, ഒരെണ്ണം നടുക്കുള്ള ഒരെണ്ണം മാത്രം പടിഞ്ഞാട്ടുമാണ് ദർശനമായിട്ടിരിക്കുന്നത്. കൂടുതലും ശിവൻ്റെ പ്രതിഷ്ഠകളാണ് ഇതിലെല്ലാം. ശിവനെ കൂടാതെ ഉമാമഹേശ്വരനുണ്ട്, ഗണപതിയുണ്ട്, വിഷ്ണുവിൻ്റെയും അതുപോലെ തന്നെ ലക്ഷ്മിയുടെയും കൂടെയുള്ള ചില ശില്പങ്ങളും ഇവിടെ നമുക്ക് കാണാം. ഈ കാണുന്നതാണെന്ന് തോന്നുന്നു പടിഞ്ഞാറോട്ട് ദർശനമുള്ള ക്ഷേത്രം. അത് ഇത് തന്നെയാണ്. ഇതൊരു ശിവപ്രതിഷ്ഠയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നതെന്ന് തോന്നുന്നത്. പക്ഷേ ശിവലിംഗം ഇപ്പോൾ അവിടെ ഇല്ല, ആ പീഠം മാത്രമേ ഉള്ളൂ. ഈ വെളിയിൽ കൂടെ ഇങ്ങനെ നടന്ന് കാണാനേ പറ്റുള്ളൂ. താഴോട്ട് ഇറങ്ങി ആ ക്ഷേത്രങ്ങളുടെ അടുത്ത് പോയി കാണാനായിട്ട് പറ്റുകയില്ല. അവിടെ വേലിയൊക്കെ കെട്ടി അടച്ചു വെച്ചിരിക്കുകയാണ് അതിൻ്റെ എൻട്രൻസിൻ്റെ അവിടെ. ഏകദേശം ഒരു വട്ടം ഇതിന് ഈ ക്ഷേത്രങ്ങൾക്ക് പ്രദക്ഷിണം വെച്ച് തീരാറായി. ഈ നേരെ കാണുന്ന ചെറിയ ക്ഷേത്രത്തിൽ കാണുന്നതാണ് സ്മാർത്തലിംഗം എന്ന് പറയുന്നത്. നമ്മുടെ ആദി ശങ്കരാചാര്യർ ആവിഷ്കരിച്ച ഒരു ആരാധനാ സമ്പ്രദായമാണ് ഈ സ്മാർത്തലിംഗ സമ്പ്രദായം. അതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞു തരാൻ എനിക്കറിയാൻ വയ്യ. ഇവിടെ ഈ ദ്വീപിലൊരു ആശ്രമമുണ്ട്. ആ ആശ്രമത്തിലെ സ്വാമിയോട് ചോദിച്ചാൽ ചിലപ്പോൾ അദ്ദേഹത്തിന് നമുക്ക് അതേക്കുറിച്ച് കൂടുതൽ പറഞ്ഞു തരാൻ സാധിക്കുമായിരിക്കും. ഈ ക്ഷേത്രങ്ങളിലെ എല്ലാം മുമ്പിൽ ഒരു മെയിൽ ഫിഗർ തൊഴുതുകൊണ്ടിരിപ്പുണ്ട്. അത് ഈ കാലാചുരി രാജവംശത്തിലെ ഒരു രാജാവാണ്. അദ്ദേഹത്തിൻ്റെ കാലത്താണ് ഈ ക്ഷേത്രങ്ങൾ പണികഴിക്കപ്പെട്ടതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇതിൻ്റെ പേര് ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല. ഇത് ഉമാമഹേശ്വരന്മാരാണ് ഈ ഇരിക്കുന്നത്. ഈ ദ്വീപിലോട്ട് കയറിയപ്പോൾ തൊട്ട് ധാരാളം കുട്ടികളെ കാണുന്നുണ്ട്. എനിക്കൊന്ന് ഈ ദ്വീപിലിങ്ങനെ ഇഷ്ടംപോലെ സ്ഥലമൊക്കെ ഉള്ളതുകൊണ്ട് കളിക്കാനായിട്ടും മറ്റും അടുത്ത ഗ്രാമങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികളാണെന്ന് തോന്നുന്നു. അതോ ഇനി ഇവിടെ ഒരു ആശ്രമമുണ്ട്, ആ ആശ്രമത്തിൽ വരുന്ന കുട്ടികളാണോ എന്നും അറിയാൻ വയ്യ. നേരെ കാണുന്ന ഒരു ശിവലിംഗമാണ്. ഇത് വീണ്ടും നമ്മൾ മുമ്പേ കണ്ട സ്മാർത്തലിംഗമാണ്. ഈ ക്ഷേത്രങ്ങൾ മാത്രമല്ല ഇവിടുന്ന് ഉത്ഖനനത്തിൽ ലഭിച്ചിട്ടുള്ളത്. 2011 നടന്ന ഉത്ഖനനത്തിൽ 3rd സെഞ്ച്വറി BCയിലെ ശിലാലിഖിതങ്ങളും ലഭിച്ചിട്ടുണ്ട്. ബ്രാഹ്മി ലിപിയിലാണ് അതിൽ എഴുതിയിട്ടുള്ളത്. അതുകൂടാതെ പോട്ടറി, സ്റ്റോൺ ഇംപ്ലിമെൻറ്റ്സ്, ടൂളുകൾ, ഇങ്ങനെയുള്ള ധാരാളം സാധനങ്ങൾ ഇവിടുന്ന് ഉത്ഖനനത്തിൽ ലഭിച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഈ ദ്വീപിലെ ഉത്ഖനന പ്രവർത്തനങ്ങൾ ഇപ്പോഴും തീർന്നിട്ടില്ല. ഈ ദ്വീപിൻ്റെ പല ഭാഗങ്ങളും ഇനിയും എക്സ്പ്ലോർ ചെയ്യാൻ കിടപ്പുണ്ടെന്നാണ് അറിഞ്ഞിട്ടുള്ളത്. ഈ ദ്വീപിൽ അങ്ങനെ ആൾ താമസമൊന്നുമില്ല. ഒരു സ്വാമിയുടെ ആശ്രമം ഉണ്ട് എന്നുള്ള ഒഴിച്ചാൽ ഈ ദ്വീപ് മുഴുവനായും ഗവൺമെൻറ് പ്രോപ്പർട്ടിയാണ്. ഈ ദ്വീപിലുള്ള അമ്പലങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ആഘോഷിക്കപ്പെടുന്ന 2 പ്രധാന ആഘോഷങ്ങളാണ്. ഒന്ന് മഹാശിവരാത്രിയും രണ്ടാമത്തേത് ഹനുമാൻ ജയന്തിയും. ഇവിടെ ഇതിനോടെല്ലാം ചേർന്ന് തൊട്ടടുത്ത് തന്നെയായിട്ടാണ് സ്വാമിയുടെ ആശ്രമമുള്ളത്. നമുക്ക് അദ്ദേഹത്തെ ഒന്ന് പോയി സന്ദർശിക്കാം. मैं रामरूप दास, यहाँ पर मेरा एक आश्रम चलता है, रामाश्रय। हाँ, मैं यहाँ पे 5-6 साल से हूँ। तो जागरण का काम करते हैं हम लोग। अखंड रामायण चलती है, आसपास के गांव के बच्चे रामायण से जुड़े हैं, संस्कार का काम चलता है ना। कोई न कोई आयोजन ऐसा करते रहते जैसे समाज यहाँ से जुड़े, इस तीर्थ क्षेत्र को फिर से हम लोग पहचान पाए, अपनी संस्कृति को, अपने संस्कार को जाने, इस प्रयास में मैं लगा हुआ हूँ। अच्छा, अब बताइए। ये मटकू द्वीप जो है मांडुक ऋषि की तपस्थली है। तो प्राचीन नाम इसका मांडुक द्वीप था, अपभ्रंश होकर के मटकू द्वीप ऐसा कराने लगा। मांडुक ऋषि जो थे उन्होंने एक उपनिषद की रचना की है जिसका नाम है मांडुकोपनिषद, और उसी मांडुकोपनिषद से जो भारत का राष्ट्रीय वाक्य है सत्यमेव जयते वो लिया गया है। भारत का जो सिंबल है 4 सिर वाला अशोक स्तंभ वो सारनाथ में है, लेकिन उसके नीचे जो वाक्य लिखा है सत्यमेव जयते वो मांडुकोपनिषद से लिया गया, उसकी रचना यहाँ हुई। जैसे गीता का एक वाक्य है परित्राणाय साधुनाम, जो पुलिस के सिंबल के नीचे लिखा रहता है,
तो गीता का ओरिजिन स्थान कौन सा है? कुरुक्षेत्र, हरियाणा। वैसे भारत का जो सिंबल के नीचे सत्यमेव जयते लिखा, उसका ओरिजिन स्थान जो है ये मांडुक ऋषि की तपस्थली मटकू द्वीप है। यहाँ पर 2011 में आर्कियोलॉजिकल सर्वे ऑफ इंडिया के द्वारा उत्खनन हुआ, उसमें एक विशेष प्रकार का शिवलिंग मिला है जिसको स्मार्तलिंग कहते हैं। स्मार्तलिंग 5 देवताओं को एक ही वेदी पर रख के जब पूजा करते हैं तो उसको स्मार्तलिंग कहा जाता है। आदि शंकराचार्य जी ने जब सनातन का बिखराव हो रहा था तो सनातन को एक सूत्र में बांधने के लिए उन्होंने पैदल पैदल चल करके सनातन को शास्त्रार्थ के माध्यम से स्थापित किया और 2 मुख्य काम किए उन्होंने। 4 मठों की स्थापना की उत्तर, दक्षिण, पूर्व, पश्चिम में। उन 4 मठों का दर्शन करेंगे तो भारत माता की परिक्रमा हो जाती है। दूसरा काम, समाज में अलग अलग संप्रदाय है उसको कैसे जोड़ा जाए, तो उन्होंने उस समय पंचदेव पूजा की पद्धति शुरू की। शिव, विष्णु, गणेश, सूर्य और शक्ति, ये 5 देवता जब एक ही वेदी पर विराजित होते हैं लिंग स्वरूप में तो उसको स्मार्तलिंग कहते हैं। वो स्मार्तलिंग यहाँ जो मिला है उसकी जो कार्बन डेटिंग हुई है उसके अनुसार वो 1100 वर्ष पुराना है। 1100 माने 11,000 ईयर्स। हाँ, तो बाकी और जहां जहां भी स्मार्तलिंग मिले हैं वो 700 साल, 800 साल, 900 साल पुराने मिले। यहाँ का स्मार्तलिंग सबसे प्राचीन है, 1100 वर्ष पुराना। तो इस दृष्टि से प्राचीन यानी धरोहर ये हो गया, राष्ट्रीय धरोहर हो गया, सत्यमेव जयते की ओरिजिन भूमि है। यहाँ पर जो देवी देवताओं की प्रतिमा निकली है उसमें अष्टभुजी गणेश जी की प्रतिमा, जिसका मंदिर आपने देखा, जो नीचे मंदिर है 18 मंदिर एक लाइन से निकले हैं हाँ, उसमें एक तरफ उमा महेश्वर की मूर्ति है, उसमें उमा महेश्वर दोनों चतुर्भुजी स्वरूप में है। 4 भुजाएं शिव जी की भी है और उमा जी की भी 4 भुजाएं हैं। एक तरफ गरुड़ पराड़ू लक्ष्मी नारायण जी की मूर्ति है। 5वें नंबर की जो मंदिर है उसमें महिषासुर मर्दनी की मूर्ति है, यानी देवी। और सूर्य की का प्रतीक जो है हर मंदिर के चौखट में बना हुआ, सूर्य का मंदिर अलग से बनाने की आवश्यकता नहीं। इस दृष्टि से 5 देवताओं की मूर्ति भी और 5 देवताओं का स्वरूप स्मार्तलिंग, ये जो यहाँ पे मिला, ये ऐतिहासिक धरोहर है एक प्रकार से। ये शिवनाथ नदी के मध्य में स्थित द्वीप है। शिवनाथ नदी जो है यहाँ पर उत्तर दिशा की ओर बहती है। हमारे जितने भी सारे बड़े बड़े तीर्थ हैं उसका जो वास्तु है वो ऐसा है कि प्रयागराज तीर्थराज, वहां पर गंगा यमुना सरस्वती मिलने के बाद उत्तर दिशा की ओर बहती है। ईशान कोण में 28 डिग्री मूर्ति। यहाँ पर भी शिवनाथ अपनी स्वयं की 3 धारा बनाती है और तीनों धाराएं यहाँ मिल करके ईशान कोण में 28 डिग्री मूर्ति है। तो जस्ट लाइक प्रयाग जैसा इसका वास्तु हो गया। काशी, बाबा विश्वनाथ की नगरी, बाबा विश्वनाथ जहां विराजित है उसके सामने मणिकर्णिका घाट, दशाश्वमेध घाट में गंगा मैया उत्तर वाहिनी है। उत्तर वाहिनी गंगा के किनारे बाबा विश्वनाथ विराजित है, इसलिए काशी। अयोध्या, भगवान राम की जन्मभूमि, उत्तर दिशि पर सरजू पावनी, वहां पर सरयू मैया उत्तर वाहिनी, इसलिए भगवान राम की जन्मभूमि, इसलिए तीर्थ है। चित्रकूट, मंदाकिनी वहां उत्तर वाहिनी है। गोदावरी, नासिक, वहां पर गोदावरी उत्तर वाहिनी, इसलिए नासिक में कुंभ लगता है। तो ऐसे जहां जहां भी उत्तर वाहिनी नदियां हैं वहां वहां बड़े बड़े तीर्थ हैं। ये वैसी प्राचीन तीर्थ हुआ। इसका जब ड्रोन से व्यू लेते हैं द्वीप का तो जैसे शिवलिंग की आकृति आती वैसा हमने साक्षात, हाँ पूरे द्वीप का ड्रोन, हाँ मांडू ऐसा इसका हाँ ऐसा आकृति आती है, ऐसा इसका स्वरूप है। तो ऐसा पौराणिक क्षेत्र भी है। यहाँ की जो बायोडाइवर्सिटी है, जो जैव विविधता है वो भी यूनिक है। जिस प्रकार के पेड़ पौधे यहाँ मिलते हैं वो अन्यत्र बहुत कम मात्रा में। पुत्र जीवा का यहाँ अधिकांश मात्रा में पेड़ है, जो संतति उत्पन्न करने के लिए जिन दंपति को संतान नहीं होते उसके लिए औषधि बनती है। इंद्रजव है, हवन में भी काम आता है, डायबिटीज की दवा बनती है। सिरूट है जो वाटर लेवल को जमीन से ऊपर लाने का काम करता है, ऐसे पेड़ का यहाँ पे जंगल है। यहाँ एक वरुण करके एक पेड़ होता है जो थायराइड की दवा बनती है। ऐसे सारे विभिन्न प्रकार के जो पेड़ पौधे हैं वो औषधि उपयोग के हैं। इस प्रकार से जैव विविधता का भी एक यूनिक क्षेत्र है। इस दृष्टि से द्वीप अपने आप में अभिनव, ऐतिहासिक दृष्टि से, आध्यात्मिक दृष्टि से, पौराणिक दृष्टि से, भौगोलिक दृष्टि से और पर्यावरण की दृष्टि से भी अनूठा द्वीप जहां पर आप दर्शन करके आए हैं। अच्छा, धन्यवाद बाबा। क्या क्या फल है? अब हम लोग इसको अपने भाषा में देहाती में लौकी बोलते हैं। लौकी? लौकी 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 वो हाँ, खाने वाला फल है। हाँ, आमतौर पर लौकी बेल में होता है, नार में। हाँ,
परंतु ये पेड़ में है। हाँ, हाँ। पेड़ की ऊंचाई लगभग 20 फुट है। हाँ हाँ 10-12 ठो फल लगा है इसमें। हाँ हाँ बताते हैं कड़वी है करके, अब हम लोग तो नहीं खाए हैं अभी तक। हाँ हाँ मगर- आप कहाँ से हैं आप? गलियारी बेलटुकरी बिलासपुर। ബിലാസ്പൂർ അച്ഛാ അച്ഛാ ആ ആ ആ ഈ ബാബയെ സന്ദർശിക്കാനായിട്ട് ബിലാസ്പൂരിൽ നിന്ന് വന്ന കുറച്ച് പേരാണ് ഇവിടെ കാണുന്നത്. അവർ കൊണ്ടുവന്നതാണ് ആ ഇപ്പം കണ്ട ആ പച്ച കളറിലുള്ള പഴം. അത് സാധാരണ ഈ മത്തങ്ങയൊക്കെ ഉണ്ടാകുന്ന നിലത്ത് വള്ളിയിലാണ് ഉണ്ടാകുന്നത്. പക്ഷേ ഇതിപ്പം ഒരു 20 അടി പൊക്കമുള്ള മരത്തിൻ്റെ മുകളിലാണ് ഉണ്ടായിരിക്കുന്നതെന്നാണ് പറഞ്ഞത്. അവർ കഴിച്ചിട്ടില്ല, ആദ്യമായിട്ടുണ്ടായത് ഇങ്ങോട്ട് കൊണ്ടുവന്നേക്കുവാണെന്നാണ് പറഞ്ഞത്. സ്വാമിയുടെ ആശ്രമത്തിൽ നിന്ന് ഞാൻ ദ്വീപ് കാണാനായിട്ട് ഇറങ്ങിയതാണ്. അവിടെ ഈ രാമായണം പഠിക്കാനും മറ്റുമൊക്കെ ആയിട്ട് വന്ന ഒരു പയ്യൻ്റെ കൂട്ടത്തിലാണ് സ്വാമി എന്നെ ദ്വീപ് കാണാനായിട്ട് വിട്ടേക്കുന്നത്. मेरा नाम निकेश श्रीवास। നികേഷ് श्रीवास ശ്രീവ श्रीवास സിരിവാസ് हाँ। ये छोटा छोटा टापू छोटे द्वीप बोलते हैं इसको। उसको यहाँ जो रहते हैं, यहाँ बाबा जी रहते था, हाँ अब उधर चला गया है, हाँ। उधर रहते हैं। हाँ एक धारा उधर है, एक हाँ। धारा ये सूख गया नदी हाँ। इधर और एक धारा इधर। ये तीन वहाँ जाके मिलेगा तो ही शिवनाथ बनेगा. हाँ ആ അപ്പോൾ ഇവർ രണ്ടുപേരുമാണ് ഇപ്പം നമുക്ക് ഈ ഇവിടുത്തെ ഈ ശിവനാഥ് നദിയെക്കുറിച്ച് ഇപ്പോൾ പറഞ്ഞു തന്നത്. ഇത് ഈ ശിവനാഥ് നദിക്ക് അവിടെ വന്നിട്ട് അത് മൂന്നായിട്ട് തിരിഞ്ഞിട്ട് അത് ഈ ദ്വീപിനെ ചുറ്റി ഇങ്ങനെ കറങ്ങിപ്പോവും. എന്നിട്ട് അപ്പുറത്ത് നിന്ന് ഒരുമിച്ച് കൂടിച്ചേരുമെന്ന് പറഞ്ഞാൽ അതിൽ ഒരു ഭാഗമാണ് ഇത് പക്ഷേ വെള്ളം ഇല്ലാത്തതുകൊണ്ട് ഉണങ്ങിപ്പോയി. ഇതിൻ്റെ അപ്പുറത്തുകൂടെ വരുന്ന ആ ഭാഗം അതാണ് രണ്ടാമത്തെ ഇത്. പിന്നെ അപ്പുറത്ത് ഒരെണ്ണം കൂടി ഉണ്ട് മൂന്നാമത്തെ. ഇങ്ങനെ 3 എണ്ണം കൂടെ അവിടെ വന്ന് ഒരുമിച്ച് ചേർന്ന് വീണ്ടും ശിവനാഥ് നദിയായിട്ട് പോവും. വെള്ളം പൊങ്ങുന്ന സമയത്ത് അവിടെയെല്ലാം വെള്ളം കയറും. പക്ഷെ ഇത് മൂടിയൊന്നും പോവുകയില്ല. നമ്മൾ അവിടെ മുമ്പേ കണ്ട ബാബ ഇവിടെയാണ് നേരത്തെ താമസിച്ചിരുന്നതെന്നാണ് ഇപ്പോൾ ഇവർ ഇത്രയും കാര്യങ്ങളാണ് ഇവർ പറഞ്ഞത്. മട്കു ദ്വീപിലെ കാഴ്ചകളൊക്കെ ഏതാണ്ട് പൂർണ്ണമായിരിക്കുകയാണ്. ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞേ പോകാവുള്ളൂ എന്നാണ് ആശ്രമത്തിലെ സ്വാമി പറഞ്ഞത്. ഊണ് കഴിഞ്ഞ് പോകുമ്പോൾ അവിടെ വന്നിരിക്കുന്ന ആ ബിലാസ്പൂരുകാരുടെ കൂട്ടത്തിൽ എനിക്കും ഒരു ലിഫ്റ്റ് കിട്ടും. അവരെന്നെ സർഗാവ് ബസ് സ്റ്റാൻഡിലോട്ട് ഇറക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ശരി, അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി. ശുഭ യാത്ര.